ശ്രീ പിണറായി വിജയന് കേരള ജനത ഗുഡ് ബൈ പറയുന്ന ദിവസമാണിന്ന്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇരുണ്ട ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടൊരു പുതിയ പ്രഭാതത്തിലേക്ക്, പുതിയ വെളിച്ചത്തിലേക്ക് എത്തുന്നതിൻ്റെ നടപടികളാണിപ്പോൾ കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. എനിക്ക് പറയാനുള്ള ഗുഡ് ബൈ പിണറായി വിജയൻ എന്നാണ്. ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്, ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് അഭൂതപൂർവമായ തിരക്ക് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ 3-4 മാസമായി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരു ഭരണം മാറണമെന്നുള്ള ചിന്ത ജനങ്ങളിൽ വളരെ രൂഢമൂലമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDF ഭരണം വരണമെന്ന് തന്നെയാണ്. അതനുസരിച്ചുള്ളൊരു വികാരം ഞങ്ങൾക്ക് എല്ലായിടത്തും പ്രകടമാണ്. ഒരു സംശയവും വേണ്ട, ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ 10 വർഷക്കാലം കബളിപ്പിച്ചവർക്ക് ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? BJP ഏതായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. അപ്പോൾ ജനങ്ങൾ UDFനോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന് ഗുഡ് ബൈ പറയുന്ന ദിവസമാണ് ഇന്ന് എന്ന്. ആ ഗുഡ് ബൈ ആണ് എനിക്കും അദ്ദേഹത്തോട് പറയാനുള്ളത്. വളരെ അധാർമികമായ നടപടികളാണ് BJP കേരളത്തിലൊട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും പണം കൊടുക്കും. ഇന്നലെ ഇവിടെ തന്നെ പലയിടത്തും പണം കൊടുത്തുള്ള പരാതികൾ ഉയർന്നു വന്നു. പണം കൊടുക്കുക, കിറ്റ് കൊടുക്കുക, സാരി കൊടുക്കുക, ഇതൊക്കെ കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രവണതയാണ്. വോട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന നടപടിയെ ആരും അംഗീകരിക്കില്ല. അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ ചെയ്യാറില്ല. BJP ഇത് ചെയ്യുന്നത് അധാർമികമായ നടപടിയാണ്. BJP ഇതിന് മറുപടി പറയേണ്ടത് ആവശ്യമാണ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഈ BJP അവർക്ക് കിട്ടുന്ന വോട്ടുകൾ കൃത്യമായി ഇത്തവണ പിടിച്ചാൽ ഹരിപ്പാട്ട് സാഹചര്യം മാറുമെന്ന്. അല്ല, അത് വോട്ടെണ്ണി കഴിയുമ്പോൾ അവർക്ക് പിടികിട്ടും. വോട്ടെണ്ണി കഴിയുമ്പോൾ നാസറിനെ പിടികിട്ടും. കഴിഞ്ഞ തവണ ഇത് പറഞ്ഞതാണ്. ഇവിടെ BJPയും CPMുമായിട്ടാണ് ധാരണ. കഴിഞ്ഞ തവണയും CPMന്റെ വോട്ടാണ് BJPയിലേക്ക് പോയത്. അത് വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് പോയത് ആരുടെ വോട്ടായിരുന്നു? CPMന്റെ വോട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ BJP 2ാം സ്ഥാനത്ത് വന്നത്. ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്നത്, CPM 3ാം സ്ഥാനത്തും പോയി. അത് ഞങ്ങളുടെ വോട്ട് പോയതുകൊണ്ടാണോ? അത് ഞങ്ങളുടെ വോട്ട് കൊണ്ടുപോയത് കൊണ്ടാണോ? CPM എല്ലാ കാലത്തും ഇവിടെ 2ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ആരുടെ വോട്ടാണ് പോയത്? പറയുന്നതിന് യുക്തി വേണ്ടേ? അവരുടെ വോട്ടാണ് ഒഴിച്ചു പോയത് കഴിഞ്ഞ തവണ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് അതേപോലെ കിട്ടി. അവരുടെ വോട്ട് BJP പോയപ്പോഴാണ് അവർ 3ാം സ്ഥാനത്ത് പോയത്. കായംകുളത്ത് 3ാം സ്ഥാനത്ത് പോയി. പല സ്ഥലത്തും അവർ 3ാം സ്ഥാനത്ത് പോയി. ഏതായാലും BJP ആയിട്ടുള്ള കൂട്ടുകെട്ട് CPM അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നാസർ ആദ്യം സ്വന്തം പാളയത്തിലെ പട നോക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വൻ വിജയം കേരളത്തിൽ നേടും. ആലപ്പുഴ ജില്ലയിലും ഇത്തവണ വൻ വിജയമായിരിക്കും UDF നേടുന്നത്. എത്ര സീറ്റ് ആലപ്പുഴയിലെ? അതെ, എനിക്കെതിരായി തന്നെ മതവികാരം ഇളക്കിവിടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ പ്രസിദ്ധീകരിച്ചു. അത് AI വീഡിയോ ആണ്. അതിൻ്റെ പരാതി എൻ്റെ ഇലക്ഷൻ ഏജൻറ്റ് കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ ഗൗരവതരമായി എടുത്ത് കേസെടുത്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ കേസെടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാത്ത തെറ്റായ പ്രവണതകളാണ് BJP എൻ്റെ ഈ മണ്ഡലത്തിലും മറ്റു സ്ഥലങ്ങളിലും അവലംബിച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സാർ, 8-1 ഇപ്പോഴത്തെ അവസ്ഥ ആലപ്പുഴയിൽ. അത് എന്തായിരിക്കും മാറുക? ഇവിടെ എല്ലാ സീറ്റിലും നല്ല മുന്നേറ്റമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. കേരളത്തിൽ 100-ലേറെ സീറ്റുകളോടെ UDF അധികാരത്തിൽ വരും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആലപ്പുഴ ജില്ലയിലും അതുപോലെ തന്നെ 9 സീറ്റിലും വൻപിച്ച മുന്നേറ്റമാണ് UDF നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.